കർണൻ സൂര്യപുത്രനായിട്ടും സൂതപുത്രൻ എന്ന പേരിൽ അവഗണന നേരിട്ടവൻ, ആത്മമിത്രത്തിനു വേണ്ടി പോരാടിയവൻ, വില്ലാളി വീരൻ അർജുനൻ്റെ പ്രതിയോഗി. കർണനെ പറ്റി പറയാൻ വിശേഷണങ്ങൾ ഏറെയുണ്ട്. നമുക്കിന്ന് കർണൻ്റെ കഥ കേൾക്കാം. ഒരു നാൾ മഹാരാജാവ് കുന്തിഭോജൻ്റെ കൊട്ടാരത്തിലേക്ക് ഒരു വിശിഷ്ട അതിഥി എത്തി. ദുർവാസാവ് മഹർഷി. കോപത്തിന് പേര് കേട്ട മഹർഷിയാണ് ദുർവാസാവ്. ചെറിയൊരു തെറ്റുപോലും കോപിഷ്ഠനായ ദുർവാസാവ് മഹർഷി ക്ഷമിക്കില്ല. ദുർവാസാവ് മഹർഷിയെ പരിചരിക്കാനുള്ള ഉത്തരവാദിത്തം രാജാവ് തൻ്റെ മകൾ കുന്തി ദേവിയെ ഏൽപ്പിച്ചു. രാജകുമാരി ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് മഹർഷിയെ വേണ്ട വിധത്തിൽ പരിചരിച്ചു. രാജകുമാരിയുടെ പരിചരണത്തിൽ സംപ്രീതനായ ദുർവാസാവ് 5 വരങ്ങൾ ദേവിക്ക് നൽകി. ആ വരങ്ങൾ പ്രകാരം ദേവിക്ക് തൻ്റെ ഇഷ്ടദേവന്മാരിൽ നിന്ന് പുത്രയോഗമുണ്ടാകുമെന്ന് മഹർഷി പറഞ്ഞു. മഹർഷി കൊട്ടാരം വിട്ടു പോയതിനു ശേഷം കുന്തി ദേവി തനിക്ക് കിട്ടിയ വരങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ തീരുമാനിച്ചു. അതിനായി അവൾ തൻ്റെ ഇഷ്ടദേവൻ സൂര്യഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് മന്ത്രിച്ചു. തൽക്ഷണം സൂര്യദേവൻ പ്രത്യക്ഷപ്പെട്ടു. തൻ്റെ ആഗമനോദ്ദേശം അവളെ അറിയിച്ചു. എന്നാൽ അവിവാഹിതയായ തനിക്ക് എങ്ങനൊരു പുത്രനെ സ്വീകരിക്കാനാകുമെന്ന് അവൾ ഭയന്നു. പക്ഷേ ഉപയോഗിച്ച വരം വെറുതെ കളയാൻ സാധിക്കില്ല. അങ്ങനെ വിധിയുടെ നിയോഗം പോലെ സൂര്യഭഗവാനിൽ കുന്തി ദേവിക്കൊരു മകൻ ജനിച്ചു. ജനനത്തിലെ തന്നെ അവന് കവചകുണ്ടലങ്ങൾ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ അവനെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. തൻ്റെ സൽപ്പേരിനെ ഓർത്ത് ഭയപ്പെട്ട കുമാരി ആ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ശേഷം ആരും അറിയാതെ രാജകുമാരി ആ കുഞ്ഞിനെ ഒരു പുഴയിൽ ഒഴുക്കിക്കളയാൻ തീരുമാനിച്ചു. അങ്ങനെ രാജകുമാരി ആ ദൗത്യം നിറവേറ്റി. പക്ഷേ താൻ ചെയ്ത തെറ്റിൻ്റെ പശ്ചാത്താപം രാജകുമാരിയെ ഓരോ നിമിഷവും വേട്ടയാടിക്കൊണ്ടിരുന്നു. കർണൻ്റെ കഥ ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. സൂര്യപുത്രനായി ജനിച്ചിട്ടും സൂതപുത്രൻ എന്ന പേരിൽ കർണന് പിന്നീട് വളരേണ്ടി വന്നു. ഹസ്തിനപുരത്തിലെ മഹാരാജാവ് പാണ്ഡുവിനെ കുന്തിദേവി വിവാഹം കഴിച്ചെങ്കിലും അവർക്കും നല്ലൊരു ജീവിതമുണ്ടായില്ല.